അവൻ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. രാത്രി ഒറ്റയ്ക്ക് നടക്കുന്നു, തന്നെ സംസാരിക്കുന്നു, കാറിലാണ് ദേഷ്യപ്പെടുന്നു. അതുമാത്രമല്ല, അവൻ എപ്പോഴും എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ. ആ വീടും അവൻ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇനി വല്ല പ്രേതബാധയായിരിക്കോ? സിസ്റ്റർ അവനോടൊന്ന് പ്രാർത്ഥിക്കണം. അല്ല, എനിക്ക് പറയുന്ന ആളെ ഒന്ന് കാണാൻ പറ്റുമോ? ആ റൂമിലുണ്ട്. ഇവനല്ലേ നേരത്തെ അവിടെ കണ്ടത്? സിസ്റ്റർ കണ്ടില്ലേ, ഇതാണ് ഇപ്പോഴത്തെ അവൻ്റെ അവസ്ഥ. ഞാനാണ് അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇവന് മൊത്തത്തിലൊന്ന് നോക്കി കഴിയുമ്പോൾ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറിനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയിൽ തന്നെ ഒന്നോ അതിൽ കൂടുതലോ വ്യക്തിത്വങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാം യുണീക്കും ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് ചില കാര്യങ്ങൾ മറന്നു പോവുക, വളരെ ആൻസൈറ്റി കാണിക്കുക, ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുക, മൂഡ് വേരിയേഷൻസ് ഉണ്ടാവുക, ഇതൊക്കെ ഇവരുടെ പ്രത്യേകതയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നല്ലത് ഈ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ കൊണ്ടുപോകുന്നതായിരിക്കും. അവരുടെ അടുത്തോട്ടേക്ക് സജസ്റ്റ് ചെയ്യാൻ എന്താ കാരണം? അതായത് ബേസിക്കലി നമുക്ക് 2 തരം ഓപ്ഷനാണ് ഇതിനകത്തുള്ളത്. BA സൈക്കോളജി ഉണ്ട്, BSc സൈക്കോളജി ഉണ്ട്. അപ്പോൾ BA സൈക്കോളജി ആണെങ്കിൽ ഹ്യൂമാനിറ്റീസിൽ റിലേറ്റഡ് ആയിട്ടുള്ള ലോ അല്ലെ ഹ്യൂമൻ റിസോഴ്സ് അങ്ങനത്തെ സബ്ജക്റ്റുകളൊക്കെ ഇഷ്ടമുള്ളവർ ചെയ്യുന്നതാണ് BA സൈക്കോളജി. ഇനി സയൻസ്, ഫോറൻസിക് സയൻസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് സാധാരണ BSc സൈക്കോളജി ചെയ്യുന്നത്. അപ്പോൾ ഈ BSc സൈക്കോളജി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാനുള്ള അവസരമുണ്ട്. PG വരുമ്പോൾ സ്പെഷ്യലൈസേഷൻ വേണം. അപ്പോൾ അവർ മെയിനായിട്ട് ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി, ഇനി കൗൺസിലിംഗ് സൈക്കോളജി, അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ അവർ സ്പെഷ്യലൈസ് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചില കേസുകൾ അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളവർ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നന്നാകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചുകൂടി അവന് റിക്കവർ ആകാനായിട്ട് എളുപ്പം സാധിക്കും.